ബഗ്ദാദിന്റെ ഹൃദയഭാഗത്ത് നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ അവരുടെ സമക്ഷത്തിൽ അവരുടെ സമ്മേളന നഗരിയിൽ അവർക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് നീ വലിയ കസേരയിലിരുന്നു കൊണ്ട് അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായി ഞാൻ കാണുന്നു. ബഹുമാനപ്പെട്ട ഈ ശൈഖ് അവറുകൾ പറഞ്ഞു, ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാലോ രക്ഷപ്പെട്ടത് ആരാണ്, ആർക്ക് ഏതെല്ലാം അവസ്ഥയെത്തി. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയെ കുറിച്ച് കേട്ട പരിചയം മാത്രമാണ് നമുക്കുള്ളത്. ആ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ തർളിയത്ത് ചൊല്ലുകയും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ഒക്കെ ചെയ്യുമെങ്കിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ ബാല്യം മുതലേയുള്ള ഹുസ്നുൽ അദബിന്റെ പേരിലാണ്, നല്ല പെരുമാറ്റത്തിന്റെ പേരിലാണ്, നല്ല സ്വഭാവത്തിന്റെ പേരിലാണ്, ഗുരുനാഥന്മാരോടുള്ള അദബിന്റെ പേരിലാണ്, മുതിർന്നവരെ ബഹുമാനിച്ചതിന്റെയും ആദരിച്ചതിന്റെയും പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ലോകം മൊത്തം അറിയുന്ന ഒരു മഹാനാക്കി മാറ്റിയെങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അത് മഹാന്മാരെ ആദരിച്ചതിന്റെ പേരിലാണ്. പിന്നീട് അദ്ദേഹം അബൂ ഉസ്റൂൻ റഹ്മത്തുള്ളാഹി അദ്ദേഹം സംഭവങ്ങൾ വിവരിക്കുന്നു. ഇവരുടെയൊക്കെ കോലം, ഇതൊക്കെ അവരുടെയൊക്കെ അവസ്ഥ ഏത് രീതിയിൽ എത്തിപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച്. ഇബ്നു സഖ വലിയ ആളായി മാറി, വലിയ പണ്ഡിതനായി, പാണ്ഡിത്യത്തിന്റെ ഉടമയായി മാറി. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം എത്രത്തോളം എന്ന് വെച്ചാൽ ആരെയും മുട്ടുകുത്തിക്കുന്ന തരത്തിൽ അദ്ദേഹം സംസാരിക്കുകയും അദ്ദേഹം വാദപ്രതിവാദത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ ജയിക്കാൻ ആർക്കും കഴിയില്ല. ആ അവസ്ഥ എത്തുന്നിടത്തോളം അദ്ദേഹം ഉയർച്ചയിലേക്ക്, പഠിത്തത്തിൽ ഉന്നതമായ നിലവാരത്തിലേക്ക് അദ്ദേഹം ഉയർന്നു. ആ നാട്ടിലെ രാജാവ് പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, ഖലീഫ പോലും ഇഷ്ടപ്പെട്ടു, ഖലീഫയ്ക്ക് താല്പര്യമായി. നാട്ടിൽ നല്ല ഒരു പ്രാസംഗികൻ, ആരെയും അടിച്ചിരുത്താൻ കഴിയുന്ന തന്റെ ഇടമുള്ളവൻ, ഏത് പ്രതിയോഗികളെ വന്നാലും വായടപ്പം മറുപടി കൊടുക്കാൻ കഴിവുള്ളവൻ. രാജാവിന് വലിയ താല്പര്യമായി, ഖലീഫയ്ക്ക് താല്പര്യമായി. ഖലീഫ വിളിച്ചു, അദ്ദേഹത്തെ റോമിലേക്ക് അയച്ചു. നിങ്ങൾ അവിടെ ചെല്ല്, അവിടെ ചെന്നിട്ട് അവിടുത്തെ രാജാവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി എഴുത്തെല്ലാം കൊടുത്ത് കണക്ഷൻ ചെയ്ത് കൊടുത്തു. അദ്ദേഹം പോയി. ഈ കഴിവുള്ളവർക്ക് എവിടെ ചെന്നാലും ചുമ്മാ ഇരിപ്പ് വരത്തില്ല. പിന്നെയും പതുക്കെ ആരെയും ചുമ്മാ പോയി തോണ്ടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ മസാല ഇങ്ങനെ കൊടുക്കും, മസാല ചോദിച്ച് ഇങ്ങനെ ഇടങ്ങറാക്കിക്കൊണ്ടേയിരിക്കും. റോമിൽ പോയിട്ടും അവിടെയുള്ള നസ്രാണികളെയും അവിടെയുള്ള ക്രൈസ്തവരെയും ഒക്കെയായിട്ട് സംവാദത്തിൽ ഏർപ്പെടാൻ, ജൂതന്മാരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടാൻ ഇദ്ദേഹം തയ്യാറായി. വലിയ വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമകളായ റോമിന്റെ മക്കളെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിൽ മുട്ടുകുത്തേണ്ട ഒരു ഗതികേട്, ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അവിടുത്തെ രാജാവ്, റോമിലെ മലിക്ക്, അദ്ദേഹത്തിന് നാണക്കേടായി പോയി. അടുത്ത ഒരു നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അടുത്ത നാട്ടിൽ നിന്ന് വന്നപ്പോ നമ്മുടെ ഒരു ജമാഅത്തിൽ നിന്ന് അടുത്ത ഒരു ജമാഅത്തിലേക്ക് ഓരോരുത്തർ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുപോയി താമസിക്കുമല്ലോ, വിടുതൽ സർട്ടിഫിക്കറ്റ്. അങ്ങനെ കൊണ്ടുപോയി താമസിച്ചു കഴിഞ്ഞാല് കമ്മിറ്റി കൂടുമ്പം സംസാരിക്കാൻ സമ്മതിക്കില്ല. എടാ നീ വരുത്തനാണ്, നീ ഇപ്പൊ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ഒതുക്കിക്കളയും, ഒന്നും സംസാരിക്കാൻ പറ്റൂല. പക്ഷെ അവൻ ആ നാട്ടിൽ വന്ന് വലിയ ഒരു താല്പര്യം, വലിയ ഒരു ജനങ്ങളുടെ മുന്നിൽ ഒരു നിലയും വിലയുമുള്ള ഒരു വ്യക്തിയായി മാറിയാലോ, അവൻ ആ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി, ഇവിടെ ഉള്ളവരെല്ലാം ഇപ്പൊ അവന്റെ മുന്നിലായി, അങ്ങനെ പറഞ്ഞു വരത്തും എന്നതുപോലെ ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. രാജാവും അദ്ദേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയി. ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കണമല്ലോ, ഈ അഹങ്കാരം ഒന്ന് കുറയ്ക്കണമല്ലോ. എന്താ പരിഹാരം? വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? പണ്ഡിതന്മാരാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒറ്റ വഴിയേ ഉള്ളൂ, എളുപ്പമുള്ള വഴി. ആളുകളെ ഫിത്നയിലും ഫസാദിലും ആക്കാൻ ഒരേ ഒരു വഴി, അത് അന്ന് മുതലേ നടക്കുന്നു, ഇന്ന് നടക്കുന്നു. സ്ത്രീകളെ കൊണ്ട് പ്രത്യക്ഷപ്പെടുത്തിക്കുക. ഈ വർഗത്തെ അങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, പിന്നെ ആരും വീണുപോകും. രാജാവിന്റെ സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ഈ രാജാവിന്റെ സുന്ദരിയായ ഒരു മകളെ ഇദ്ദേഹം കാണത്തക്ക നിലയിൽ, ഇദ്ദേഹം വലിയ ഔറാദിനും വളീഫയിലും ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാണത്തക്ക നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൂജയും വെള്ളമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പം 5-6 പ്രാവശ്യമൊക്കെ നോക്കാതെ കണ്ണൊക്കെ അടച്ചൊക്കെ ഇരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഉത്തുത്ത് നോക്കും. പിന്നെ അങ്ങോട്ട് സ്വാഭാവികമായിട്ട് നല്ല പോലെയൊക്കെ നോക്കാൻ തുടങ്ങും. പിന്നെ കാര്യം സംസാരമായി, പിന്നെ വാപ്പാടത്തിലേക്ക് എത്തി, അങ്ങനെയൊക്കെ ആയി, കൂടുതൽ സംസാരമൊക്കെ ആയി. അപ്പൊ ഒരു ദിവസം ഇദ്ദേഹം പറഞ്ഞു,
അവിടുത്തെ രാജാവിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മോളെ ഒന്ന് വിവാഹം കഴിച്ചു തരും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കഴിച്ചു തരാമല്ലോ, നീ നസ്രാണിയായാൽ ഞാൻ വിവാഹം കഴിച്ചു തരാം. ഒരു പെണ്ണിന് വേണ്ടി ഒരു പണ്ഡിതന്റെ അവസ്ഥ ഏതാ കൊലത്തിലെത്തുന്നു. അങ്ങനെ അദ്ദേഹം നസ്രാണിയായി, ഇബ്നു സഖാ നസ്രാണിയായി. അദ്ദേഹത്തിന് രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നീട് അദ്ദേഹം രോഗിയായി. രോഗിയായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഫായിദ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി നേരെ എടുത്ത് ചന്തയിലേക്ക് കൊണ്ടെറിഞ്ഞു. ഇല്ലേ, പണക്കാരന്റെ മോനാന്നൊക്കെ പറഞ്ഞു കെട്ടും. പിന്നെ വാപ്പ പൈസ ഒന്നും കൊടുക്കൂല, പെട്ടോടിക്കാൻ കാശ് കൊടുക്കൂല, വീട്ടിൽ കയറ്റൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെതുക്കെ മൂപ്പിലാനും അങ്ങ് തള്ളും. കുറച്ചാളൊക്കെ ഇവരും ഒന്ന് കൊടുത്തൊക്കെ നോക്കും. ഫായിദ ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഒഴിവാക്കാൻ നോക്കും. അതുപോലെ ചന്തയിലേക്ക് വലിച്ചെറിഞ്ഞു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം ചന്തയിലൂടെ നടന്നു പോകുമ്പോൾ ഈ ഇബ്നു സഖാ എന്ന് പറയുന്ന വ്യക്തി, വലിയ ഒരു പണ്ഡിതൻ, നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന ഈ ഒരു പണ്ഡിതൻ യാചിക്കുന്നു. ചന്തയിൽ വെച്ച് യാചിക്കുന്നു, ആളുകളോട് യാചിക്കുന്നു. ലാ യുജാബു, ആരും മറുപടി നൽകുന്നില്ല. അദ്ദേഹം ചോദിക്കുകയാണ്, ആഹാരത്തിന് വേണ്ടി പൈസ, ആഹാരത്തിന് വേണ്ടി യാചിക്കുന്നു, വെള്ളത്തിന് വേണ്ടി യാചിക്കുന്നു. പക്ഷേ ആരും അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ദയനീയമായ അവസ്ഥ കണ്ടുകൊണ്ട്, നിനക്കിങ്ങനെ ഒരു ദുരവസ്ഥ വന്നു പോയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഓർക്കുന്നു, ഞാനും മുഹീദ്ദീൻ ഷെയ്ഖും അബ്ദുൽ ഖാദിറും അബൂ ഇസ്റൂനും ഇന്ന ഒരു പണ്ഡിതനെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുവാൻ വേണ്ടി, അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ചില കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് കുഫറിന്റെ മണം നിന്നിൽ ഞാൻ കാണുന്നു. ഇത് അദ്ദേഹം പറയുന്നു, ഞാനിപ്പോ ഓർക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അദ്ദേഹം ഹാഫിളായിരുന്നു. കൂട്ടുകാരൻ ചോദിച്ചു, നിനക്ക് വല്ല ആയത്ത് വല്ല ഓർമ്മയുണ്ടോ? കുറച്ചാളൊക്കെ വല്ല ആയത്ത് വല്ല ഓർമ്മയുണ്ടോ? ആ ഉണ്ട്, ഒരായത്ത്. ربما يود الذين كفروا لو كانوا مسلمين. അവിശ്വാസികൾ ആഗ്രഹിക്കുന്നു, റുബമായ വദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ, മുസ്ലിം ആയിരുന്നെങ്കിൽ ഈ ഒരു ആയത്ത് മാത്രമേ അദ്ദേഹത്തിന് അറിയൂ, ബാക്കിയെല്ലാം മറന്നുപോയി. ചുരുക്കി പറഞ്ഞാൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്ത് അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ഇദ്ദേഹം കത്തിക്കരിഞ്ഞ് കിടക്കുന്നതായി കണ്ടു. മരിക്കാറായി കിടക്കുന്ന ദുരവസ്ഥ, കത്തിക്കരിഞ്ഞു കിടക്കുന്നു. ഈ കൂട്ടുകാരൻ പോയി അദ്ദേഹത്തിന്റെ മുഖം ഖിബിലയ്ക്ക് അഭിമുഖമായി എടുത്തു വെച്ചു. ഖിബിലയ്ക്ക് നേരെ ഇരുന്ന് മരിക്കട്ടെ. ഞാൻ അങ്ങോട്ട് മടക്കി വെച്ചു. മടങ്ങി തിരിഞ്ഞോട്ട് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു. പിന്നെയും ഞാൻ എടുത്ത് അങ്ങോട്ട് തിരിച്ചു വെച്ചു. ഇല്ല, വീണ്ടും അദ്ദേഹത്തിന്റെ മുഖം കിഴക്ക് ഭാഗത്തേക്ക് മടങ്ങി. അതേ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ റൂഹ് പോയി. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരൻ, ആദരിക്കേണ്ടവരെ ആദരിക്കണം. അനാദരവ് പാടില്ല. പക്ഷെ ആദരവ് എങ്ങനെയായിരിക്കണം? ആദരവ് അത് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. ആദരിക്കണ്ട എന്ന് ആരും പറയുന്നില്ല. ആദരിക്കേണ്ട രീതി ഇമാമീങ്ങൾ, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ അടക്കമുള്ള മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും നമുക്ക് കിതാബിന്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ ആ ആദരവാണ് നാം സ്വീകരിക്കേണ്ടത്. അതാണ് യഥാർത്ഥ ആദരവ്. അതല്ലാതെ മഹാന്മാരെ, ഔലിയാക്കന്മാരെ, ആരിഫ്യങ്ങളെ തള്ളിപ്പറയാനും അവരുടെ നേരെ കൊഞ്ഞണം കുത്താനും ഒരു മനുഷ്യനും അവനെ യോജിച്ച പ്രവണതയല്ല, കാര്യമല്ല. അവരുടെ സൂല്ലതവിന് അർഹനായിക്കൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ അവൻ നശിച്ചു പോകാൻ അത് കാരണമായി തീരും. ആദരിക്കേണ്ടവരെ ആദരിക്കണം. അബൂ ഇസ്റൂൻ റഹ്മത്തുള്ളാഹി പറയാണ്, ഞാൻ ഡമസ്കസിലേക്ക് പോയപ്പോ അവിടുത്തെ സുൽത്താൻ എന്നെ വിളിച്ചിട്ട്